ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഈ സ്ട്രോബെറി എങ്ങനെയാണ് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത്. ഞാൻ ഇതിന് മുൻപ് ഒരു സ്ട്രോബെറിയുടെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ചില കമൻസ് കണ്ടായിരുന്നു, ഭയങ്കര സ്പീഡ് കൂടുതലാണ്, കുറച്ച് പേർക്കെങ്കിലും ഒന്നും അത് മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ ഞാനത് കണ്ടു നോക്കിയപ്പോൾ ശരിയാണ്, എനിക്കും അതൊരു സ്പീഡ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇത് അൾട്ടിമേറ്റ് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന ആട്ടോ ഇത്. അപ്പോൾ അന്ന് മനസ്സിലാവാത്തവർക്ക് ഇത് ഫോളോ ചെയ്താൽ എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഷെയ്ഡ്, ഇത് ബാക്ക് ചാമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 4-5 ഷെയ്ഡ് യാൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഇതിൻ്റെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ഈ സ്ട്രോബെറിയുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് കൊടുത്തിട്ടുണ്ട്, ഈ ക്രീം കളർ കേട്ടോ. എടുത്തേക്കുന്ന ഹുക്ക് എന്ന് പറയുമ്പം 2.5 mm ഹുക്കാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന യാണ് മാജിക് നീഡിൽസിൻ്റെ 100% കോട്ടൺ യാണാണ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ എപ്പോഴും അക്രിലിക് യാൺ യൂസ് ചെയ്യുക കേട്ടോ. ഈ കോട്ടൺ യാൺ വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കറായിട്ട് ആ ഒരു നീളത്തിലുള്ളൊരു യാൺ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മാജിക് സർക്കിൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് യാൺ ഇങ്ങനെ കയ്യിൽ വയ്ക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ബാക്കിൽ കൂടെ ഇതിനെ വലിച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ യാണിനെ നമ്മൾ ഈ 2 വിരൽ വെച്ചിട്ടൊന്നങ്ങ് മുറുക്കി പിടിക്കാം. മുറുക്കി പിടിച്ചിട്ട് കമത്തി കഴിയുമ്പം നമുക്ക് ഈ ഹുക്കിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് ഫസ്റ്റ് യാണിനെ ഹുക്ക് കൊണ്ട് വലിച്ചിട്ട് ഹുക്കിനെ താഴേക്കാക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ഹുക്കിനെ. എന്നിട്ട് ഈ ലൂപ്പങ്ങ് അഴിക്കുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനെയാണ് മാജിക് സർക്കിൾ എന്ന് പറയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം. ചെയിൻ ഇട്ട് കൊടുക്കാൻ ഇതാ ഇങ്ങനെ ഇതിനെ പുള്ള് ചെയ്താൽ ചെയിനായി. ഇനി ചെയ്യേണ്ടത് 6 സിംഗിൾ ക്രോഷ്യ നമുക്ക് ഈ മാജിക് സർക്കിളിലേക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഞാൻ കൊടുക്കുക. അതാ ഇങ്ങനെ പോയിട്ട് ഇതിനെ വലിച്ച് ഈ ആണിനെ വലിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ആയി. ഇതിനെയാണ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഹുക്കിനെ അടിയിൽ കൂടെ കടത്തി ഈ ആണിനെ പുള്ള് ചെയ്ത് വലിച്ച് പുറത്തോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ രണ്ടാമത്തെ. ഇനി ഇതാ വീണ്ടും പോയി ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുവാണ്. അത് മൂന്നാമത്തെ, നാലാമത്തെ സിംഗിൾ ക്രോഷ്യ. അപ്പോഴും എന്താ ഇവിടെ മുറുക്കി പിടിച്ചിട്ടുണ്ടാവണം കേട്ടോ. 5ാമത്തെ സിംഗിൾ ക്രോഷ്യ. ഇത് 6ാമത്തെ സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന ഈ ആണില്ലേ മാജിക് സർക്കിളിൽ, അതിനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് നമുക്കങ്ങ് വലിച്ചു കഴിഞ്ഞാൽ മാജിക് സർക്കിൾ ഫോമായി. എന്നിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ചെയ്ത സ്റ്റിച്ചില്ലേ ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമുക്ക്. ഇതാ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് ഈ വർക്കിംഗ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് വലിച്ചെടുക്കാം. അപ്പം നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചായി. ഇനി നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ ഇതാ ഇവിടെ വയ്ക്കണം കേട്ടോ. ഇതാ ഇവിടെയായിട്ട്. ഇനി അടുത്ത റോ തുടങ്ങുന്നതിന് മുന്നേ സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഇത് റോ നമ്പർ 2 ആണ്. ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ കൊടുക്കുകയാണ്. അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. 1. ഇനി അതേ ഗ്യാപ്പിലേക്ക് തന്നെ 2. ഇനി ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, ഈ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. 1, 2. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. 1, 2. ഓക്കെ, ഇനി നമുക്കിതിനെ പതുക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് ഒന്ന് വളച്ചു കൊടുക്കണം. കാരണം ഇതിനകത്തേക്ക് വളഞ്ഞു വരാനൊരു ടെൻഡൻസി കാണും. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഈ വൈറ്റ് കളറുമാണ് ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് കയറ്റി വയ്ക്കാം. കാരണം നമ്മുടെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് എന്നുള്ള രീതിക്ക് കൊടുക്കണം. അതിനായിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ആദ്യം കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ. ഇതാട്ടോ രണ്ടാമത്തെ സ്റ്റിച്ച്.
അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ ഇവിടേക്ക് 2 സിംഗിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ് അതിനെ പറയാം. 1, അതേ ഗ്യാപ്പിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. ഇത് കോട്ടൺ യാൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എത്രയും ബുദ്ധിമുട്ട് വർക്ക് ചെയ്യാൻ. പക്ഷെ ഭംഗി കോട്ടൺ യാൺ ആയിരിക്കും കേട്ടോ. അപ്പം രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തേൽ വരുമ്പോൾ ഇൻക്രീസ് 1, 2. ഓക്കെ, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തേൽ വരുമ്പം ഒരു ഇൻക്രീസ് 1, 2. ഓക്കെ, നമുക്കിനി യാണിനെ കയറ്റി വയ്ക്കാം കേട്ടോ. ഇതപ്പം ഞാൻ ഈ യാണിനെ ഇങ്ങോട്ടേക്ക് ഗ്യാപ്പിലേക്ക് കയറ്റി വെച്ചു. ഇനി ചെയ്യേണ്ടത് മൂന്നാമത്തെ റോയിൽ 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് വൺ. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇൻക്രീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1, സെയിം ഗ്യാപ്പിൽ തന്നെ ഒരെണ്ണം കൂടി. ഇനി വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം, പിന്നെ ഒരു ഇൻക്രീസ് കൊടുക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ കൊടുക്കുവാണ്, സെക്കൻഡ് വൺ, തേർഡ് വൺ, പിന്നെ ഇൻക്രീസ് 1, സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരെണ്ണം കൂടി. ഇനി അടുത്ത വീണ്ടും 3 എണ്ണം, 1, 2, 3. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് 1, 2. ഓക്കെ, അപ്പോൾ യാണിങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഇനി അടുത്ത റോയിൽ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് 1, 2, 3, 4. അടുത്ത റോയിൽ അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്. അപ്പോൾ 1, 2. ഇനി വീണ്ടും 1, 2, 3, 4. പിന്നെ ഇൻക്രീസ് 1, സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഇവിടേക്ക് തന്നെ ഒരെണ്ണം കൂടി. ഓക്കെ, ഇനി വീണ്ടും 1, 2, 3, 4. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ് കൊടുക്കണം. അപ്പോൾ 1, സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരെണ്ണം കൂടി. ഓക്കെ, എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ ഇവിടേക്ക് കയറ്റി വെക്കണം. ഇനി അടുത്ത റോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. എന്നിട്ട്
ഒരു ഇൻക്രീസ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഇതാണ് ഇവിടെ 1 2 3 4 5. ഇനി നമുക്ക് ഇൻക്രീസ് കൊടുക്കണം. 1 2. ഇനി വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5. പിന്നെ ഒരു ഇൻക്രീസ് 1 2. ഇനി വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഇൻക്രീസ് കൊടുക്കുക. അപ്പം 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻക്രീസ് കൊടുക്കണം. അപ്പോൾ 1 സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരെണ്ണം കൂടി. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ കയറ്റി വയ്ക്കാം. ഇനി അടുത്തതിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ഒരു ഇൻക്രീസ്. അപ്പോൾ 1 2 3 4 5 6. 6 സിംഗിൾ ക്രോഷ്യ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇൻക്രീസ് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്യാപ്പിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ. ഇനി വീണ്ടും 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6. ഓക്കെ, ഇനി 2 ഒരു ഇൻക്രീസ് കൊടുക്കുക അടുത്ത സ്റ്റിച്ചിൽ. 1 2. ഇനി വീണ്ടും 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ വരുമ്പോൾ നമുക്ക് ഇൻക്രീസ് കൊടുക്കാം. അപ്പോൾ 1 2. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ കയറ്റി വയ്ക്കാം മുകളിലേക്ക്. ഇനി ഉള്ള റോയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 1 2 3 4 5 6 6 റോ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 6 അല്ല 7ാമത്തെ റോ. അപ്പോൾ നമുക്കിനി അടുത്ത റോയിൽ അടുത്ത 2 റോയിൽ നമുക്ക് ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുവാണ്. രണ്ടാമത്തെ മുകളിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ. ഇൻക്രീസ് ഇല്ല കേട്ടോ, ഈ റോയിലും ഇല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള റോയിലും ഇല്ല. അപ്പോൾ ഇതാ ഇങ്ങനെ വർക്ക് ചെയ്ത് പോവാം. വെറുതെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് പോവാം എല്ലാ സ്റ്റിച്ചിലും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു റോ ഈ ചെയ്യുന്ന റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം.
ഇതാ ഇപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ സ്റ്റിച്ച് മാർക്കർ വീണ്ടും മുകളിലേക്ക് കയറ്റി വയ്ക്കുവാണേ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റോയും കൂടി ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ലാതെ ചെയ്യണം. ഇങ്ങനെ ചെയ്തു പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സ്ട്രോബെറിയുടെ ഷേപ്പ് ഡെവലപ്പ് ആവുമെന്ന് മനസ്സിലാവുണ്ടാവില്ലേ. അപ്പോൾ ഈ റോയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യോ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ റോവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ വീണ്ടും ഇപ്പുറത്തെ ഗ്യാപ്പിലേക്ക് കയറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡിക്രീസ് ചെയ്യണം കേട്ടോ. ഡിക്രീസുള്ള സ്റ്റിച്ച് റോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനാദ്യം തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ്യോ കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യോ. മൂന്നാമത്തെ സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസ് കൊടുക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ തൊട്ടുപുറത്തുള്ള സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ലൂപ്പ്, ഇപ്പറയുള്ളത് ബാക്ക് ലൂപ്പ്. അപ്പോൾ ഈ തൊട്ടുപുറയുള്ള സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഹുക്കിനെ കടത്തിയിട്ട് അതിൻ്റെ ഇപ്പറയുള്ള സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ കടത്താം. എന്നിട്ട് യാണിനെ ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും പുള്ള് ചെയ്തിട്ട് ഈ വർക്കിംഗ് യാണിനെ വലിച്ചെടുക്കുമ്പോൾ ഡിക്രീസായി. ഇതിനെയാണ് ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ. കണ്ടോ, അപ്പോൾ ഇതൊരു ഡിക്രീസാണ്, നമുക്ക് ഫീൽ ഇല്ല. ഇത് ഡിക്രീസാണ്, ഇത് സിംഗിൾ ക്രോഷ്യാണ്, പക്ഷേ രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും വർക്കിന് കേട്ടോ. ഇനി അടുത്തതിന് നമുക്ക് വീണ്ടും 2 സിംഗിൾ ക്രോഷ്യോ അടുത്ത സ്റ്റിച്ച് കൊടുക്കാം. 1 ഇപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യോ കൊടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്തത് നമുക്ക് ഡിക്രീസ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തു, ഇതിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുക്കുന്നു, പുള്ള് ചെയ്യുന്നു, സിംഗിൾ ക്രോഷ്യോ. ഇനി അപ്പോൾ ഒരു ഡിക്രീസ് കൊടുത്തു. ഇനി വീണ്ടും രണ്ട് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യോ 1 2. ഇനി നമുക്ക് ഡിക്രീസ് കൊടുക്കണം. ഡിക്രീസ് കൊടുത്തു. ഇനി നമുക്ക് 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യോ 1 2 സിംഗിൾ ക്രോഷ്യോ കൊടുക്കുന്നു. ഇനി ഡിക്രീസ്. അപ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു, ഇതിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു, ഡിക്രീസ് കൊടുക്കുന്നു. ഓക്കെ, രണ്ടെണ്ണത്തിൽ ഇനി സിംഗിൾ ക്രോഷ്യോ 1 2, അടുത്തത് ഡിക്രീസ്, ഇനി വീണ്ടും 2 സിംഗിൾ ക്രോഷ്യോ 1 2, ഇനി ഡിക്രീസ്. അപ്പോൾ ആ റോ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കറിനെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഇനി അടുത്ത റോയിൽ ചെയ്യേണ്ടത് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യോ കൊടുത്തിട്ട് ഒരു ഡിക്രീസ് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യോ കൊടുക്കുവാണ്. രണ്ടാമത്തേക്ക് നമുക്ക് ഡിക്രീസ് കൊടുക്കണം. അതിന് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു, ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു, ഡിക്രീസ്. ഇനി അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യോ കൊടുക്കാം. അടുത്ത സ്റ്റിച്ചിലേക്ക് ഡിക്രീസ്. സ്റ്റിച്ച് ഏതാണെന്ന് ശ്രദ്ധിക്കണേ, കാരണം ഡിക്രീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്ത സ്റ്റിച്ചിൽ തന്നെ വീണ്ടും വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതിലേക്ക് ചെയ്യരുത്. ഇനി ഇപ്പോൾ ഒരു ഡിക്രീസാണ് കൊടുത്തേ. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യോ, അടുത്ത സ്റ്റിച്ചിലൊരു ഡിക്രീസ്. ഓക്കെ, ഇനി അടുത്തതിലൊരു സിംഗിൾ ക്രോഷ്യോ, അതിൽ ഡിക്രീസ്, അടുത്തതിലൊരു സിംഗിൾ ക്രോഷ്യോ, പിന്നെ ഡിക്രീസ്. ഓരോന്ന് കഴിയുമ്പോൾ ഈ വർക്കിംഗ് യാണിനെ ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കാം കേട്ടോ. അടുത്തത് ഒരു സിംഗിൾ ക്രോഷ്യോ, ഇനി ഡിക്രീസ്. അപ്പോൾ ഈ റോയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കോട്ടനോ എന്തെങ്കിലും വെച്ചിട്ട് ഫൈബർ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിനി അടുത്തത് വർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഫൈബർ ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്തു കേട്ടോ. ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്ന ഫൈബറല്ല, പേപ്പർ കേട്ടോ. എനിക്ക് ഫൈബർ എടുക്കുമ്പോൾ ഭയങ്കര തുമ്മൽ വരുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കയറ്റി വെച്ചു. കയറ്റി വെച്ചിട്ട് ഇനി അടുത്ത എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ഡിക്രീസ് കൊടുക്കണം. അപ്പോൾ ഇതിന് ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്,
ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു, ഇതിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു. നമ്മൾ രണ്ടിൻ്റെ ഉള്ളിൽ കൂടെയും വലിക്കുന്നു, ഒരു സിംഗിൾ ക്രോഷ്യ പോലെ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഡിക്രീസായി. ഇനി അടുത്തയിലും ഡിക്രീസ്. അതിൻ്റെ രണ്ട് ലൂപ്പിൽ കൂടെയും പോവാം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇച്ചിരി ലൂസാക്കിയിട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത സ്റ്റിച്ചിൻ്റെ ഡിക്രീസ് 1 2 രണ്ടിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ പോകുന്നു. ഓക്കെ, ഇനി അടുത്ത ഡിക്രീസ് ഇതാ ഇവിടെയാണ് അടുത്ത സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുക്കും. പിന്നെ ഇപ്പുറമുള്ള സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുക്കുന്നു, പുൾ ചെയ്യുന്നു, ഡിക്രീസ്. ഇനി ഒരു ഡിക്രീസും കൂടി കൊടുക്കാനുണ്ട്. ഓക്കെ, ഡിക്രീസ് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ച് മാർക്കറിനെ ഊരി മാറ്റാം നമുക്ക്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്കർ മാറ്റി കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് ഉള്ളൊരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോയിട്ട് ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇനി ഗ്രീൻ വെച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റെം പോർഷൻ വർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഇത്രയും ചെയ്ത് അവസാനിപ്പിച്ചാൽ മതി. കണ്ടോ, ഇതാ ഇങ്ങനെ ഈ ഓപ്പോസിറ്റുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ ആണിൻ്റെ ടിപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഇവിടെ സെക്യൂർ ആക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് മുറുക്കി ടൈറ്റാക്കി കൊടുത്താൽ മതി. ഓക്കെ, കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ഗ്രീൻ കളർ യാൺ വെച്ച് വർക്ക് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ച് കണ്ടോ, ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് വേണം ഈ യാണിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് മാറ്റാൻ, കുറച്ചുകൂടി സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ സ്ട്രോബെറിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഷേപ്പിലുള്ള സ്ട്രോബെറി ആട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കുള്ള ഗ്രീൻ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് വർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഗ്രീൻ കളർ യാൺ എടുത്തിട്ടുണ്ട്. ഇതൊരു ഒലീവ് ഗ്രീൻ ആട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ മാജിക് സർക്കിൾ ചെയ്ത പോലെ തന്നെ ഇതാ ഇങ്ങനെ യാൺ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ പുൾ ചെയ്യുക. ഇവിടേക്ക് ഇതിനെ കൊണ്ടുവന്ന് രണ്ടിനെയും ടൈറ്റായിട്ട് പിടിക്കാം. അത് കഴിഞ്ഞ് കമത്തി പിടിച്ചിട്ട് ഹുക്കിനടിയിൽ കൂടെ പോയി പുൾ ചെയ്യാം. ഹുക്കിനെ താഴേക്കാക്കാം, ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് ഊരുമ്പോൾ ഇങ്ങനെ കിട്ടും, മാജിക് സർക്കിൾ കിട്ടും. എന്നിട്ട് നമുക്കൊരു ചെയിൻ ഇടാം. ഈ സ്ട്രോബെറിക്ക് ചെയ്ത അതേപോലെ തന്നെ കേട്ടോ. ആദ്യം തന്നെ 6 സിംഗിൾ ക്രോഷ്യ ഇതിലേക്ക് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി നമുക്കിതിനെ പുൾ ചെയ്തിട്ട് വലിച്ചെടുക്കാം. എന്നിട്ട് ഇതിനെ ടൈറ്റാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഈ ഒരു സ്റ്റിച്ചില്ലേ, ഫസ്റ്റ് നമ്മൾ ചെയ്ത ചെയിൻ, ആ ചെയിൻ്റെ അടിയിലേക്ക് ഇതാ ഇങ്ങനെ പോയിട്ട് ഈ വർക്കിംഗ് യാണിനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ടൊരു ചെയിൻ ഇടുന്നു. എന്നിട്ട് നമുക്ക് 1 2 3 4 5 6 ഈ 6 സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് നമുക്ക് ഓരോ ഇൻക്രീസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ അവിടേക്ക് 2 സിംഗിൾ ക്രോഷ്യ 1 2 ഒരു ഇൻക്രീസ് കൊടുത്തു. രണ്ടാമത്തെ അതിൻ്റെ അടിയിലേക്ക് ഒരു ഇൻക്രീസ് 1 2. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് ഒരു ഇൻക്രീസ് 1 2. ഇനി നാലാമത്തെ അതിൻ്റെ അടിയിലേക്ക് ഒരു ഇൻക്രീസ് 1 2. അഞ്ചാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് ഒരു ഇൻക്രീസ് 1 2. ആറാമത്തെ അതിൻ്റെ അടിയിലേക്ക് ഒരു ഇൻക്രീസ് 1 2. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതായത് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇതിനെ ടൈറ്റായിട്ട് മാജിക് സർക്കിളിനെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് 6 ചെയിൻ ഇടാം. 1 2 3 4 5
സിക്സ് ചെയിൻ ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങോട്ട് പതുക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ചിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നതല്ല, അതിൻ്റെ ഇപ്പറയുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഈ ആണിനെ പുള്ളി ചെയ്ത് ഈ റൈറ്റ് സൈഡിൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിങ്ങനെ എടുക്കണം. അതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കണ്ടോ, 2 സ്ലിപ്പ് സ്റ്റിച്ചായി. ഇനി അടുത്ത ഇപ്പറയുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. അപ്പോൾ അതിന് ഹുക്കിനെ കടത്തിയിട്ട് വലിച്ചെടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതിനെ പുള്ള് ചെയ്തെടുത്തു, 3 ലൂപ്പിൽ കൂടെയും വലിച്ചെടുത്തു. അതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇതാ ഇവിടെ കൊടുക്കണം. അപ്പോൾ അതിന് യാൺ ഓവർ ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു, പുള്ള് ചെയ്യുന്നു, 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു തൊട്ടിപ്പുറമുള്ള ഈ ഒരു സ്റ്റിച്ചില്ലേ, ഈ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അതിൻ്റെ ഇപ്പുറമുള്ള സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതിനിങ്ങനെ കടത്തിയിട്ട് ഈ ആണിനെ പുള്ള് ചെയ്ത് ഈ വർക്കിംഗ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇനി നമുക്കിത് റിപ്പീറ്റ് ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച്, ഇപ്പുറത്തതിൻ്റെ ഉള്ളിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച്, അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ. എന്നിട്ട് എന്താ ചെയ്യുക, ഒരു സ്റ്റിച്ച് ഇതാ ഈ സ്റ്റിച്ചാണ് എടുത്തത്, അത് വിട്ടിട്ട് ഇപ്പുറത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കും. കണ്ടോ, ഇപ്പോൾ ഇത് 2 എണ്ണം ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇങ്ങനെ ബാക്കിയുള്ള എല്ലായിടത്തും ചെയ്യുക അതുപോലെ കേട്ടോ. അപ്പോൾ നമുക്ക് 6 പീസ് കിട്ടണം, ഇങ്ങനെ കിട്ടണം 6 എണ്ണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഇപ്പോൾ ലാസ്റ്റ് 1 ഞാൻ ചെയ്തു കേട്ടോ, 6ാമത്തെ. എന്നിട്ട് ഇതാ ഈ ഒരു സ്റ്റിച്ചിലേക്ക് കടത്തിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ ഈ ആണിനെ ബാക്കിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ പുള്ള് ചെയ്ത് ഈ ഒരു വർക്ക് ചെയ്ത ആണിനെ വലിച്ച് ഇങ്ങനെ സെക്യൂർ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇനി നമ്മുടെ മാജിക് സർക്കിളിൻ്റെ ആ ഒരു ടെയിൽ എൻഡ് ഉണ്ടല്ലോ, അതും ഇതും കൂടി നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് ഈ 2 യാണും വെട്ടിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെവിക്കോളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ ഗണ്ണോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പീസിനെ നമുക്ക് സ്ട്രോബെറിമേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഉണ്ടോ? അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ സ്ട്രോബെറിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കാം ഞാൻ. ഇതാ അപ്പോൾ ഞാനിതിനെ ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും വൈറ്റോ യെല്ലോയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് യാൺ വെച്ചിട്ട് ഇതിന് പതുക്കെ ചെറിയ ഡിസൈൻസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ക്രീമിനോട് ചേർന്നൊരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് ഷെയ്ഡ് വേണമെന്നുള്ളതൊക്കെ. എന്നിട്ട് ഇതാ ഇങ്ങനെ തയ്ച്ച് ഇടയ്ക്കായിട്ട് റാൻഡം ഡിസൈൻസ് ഇങ്ങനെ ഇതിൻ്റെ ആ സീഡ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇഷ്ടമുള്ള ഗ്യാപ്പിലൊക്കെ ഒരുപാട് അടുപ്പിച്ച് സീഡ്സ് വരാതിരിക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെറിയ ഡോട്ട് പോലെ ഇതിന് കൊടുത്തേക്കുന്നുണ്ടോ, ഇതുപോലെ സീഡ്സ് വർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോക്ക്, ഞാൻ 2 എണ്ണത്തിലും സീഡ്സ് വർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലവർ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ യാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ യാണ് എടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ മാജിക് സർക്കിൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അത് ഇനി ഡീറ്റെയിൽഡായിട്ട് കാണിക്കണില്ല. ഇങ്ങനെയാണ് മാജിക് സർക്കിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഒരു ചെയിൻ ഇട്ടു, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു യാണിനെ വലിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇട്ട ചെയിനില്ലേ, ഈ ചെയിനിൻ്റെ അടിയിലേക്ക് നമുക്ക്
സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇൻക്രീസും ഡിക്രീസും ഒന്നും ചെയ്യേണ്ട. ഇനി ഓരോ സിംഗിൾ ക്രോഷ്യ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. ഓരോ സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഓരോ സിംഗിൾ ക്രോഷ്യ തന്നെ. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഉള്ളിൽ ഞാനൊരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുകയാണ്. രണ്ടാമത്തെ അടിയിലും ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ അടിയിലും ഒരു സിംഗിൾ ക്രോഷ്യ, നാലാമത്തെ അടിയിലും ഒരു സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വണ്ണിൻ്റെ അടിയിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് വൺ ഇതാണ്, ഇതിൻ്റെ അടിയിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ പതുക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ അടിയിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അതായത് ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ഇതിൻ്റെ അടിയിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച്. നമുക്കത് ഇങ്ങനൊരു യെല്ലോ പോർഷൻ ഇങ്ങനെ കിട്ടും. അതിന് ഉള്ളിൽ മാജിക് സർക്കിളിൻ്റെ ഈ ടിപ്പ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഒരു റോയും കൂടി നമുക്ക് സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. കണ്ടോ, ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റിച്ച് അറിയാൻ വേണ്ടി സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ നമുക്കൊരു എന്താ പറയുക, യെല്ലോ പോർഷൻ നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ യെല്ലോയാണ് നമുക്കങ്ങ് കട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്തത് മാജിക് സർക്കിളിൽ 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തു, അത് കഴിഞ്ഞിട്ടുള്ള റോയിലും 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തു, പിന്നെയും നമ്മൾ മൂന്നാമത്തെ റോയിലും 6 സിംഗിൾ ക്രോഷ്യ തന്നെ കൊടുത്തപ്പം ഇങ്ങനെ ഒരു ബഡ് പോലെ ഫോമായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ യെല്ലോ ഞാൻ ടൈറ്റാക്കി അങ്ങ് വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് യാൺ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വൈറ്റ് യാണിൽ. അപ്പോൾ സ്ലിപ്പ് നോട്ടിന് നമ്മൾ യാണിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതിനെ അങ്ങ് പുള്ള് ചെയ്തെടുക്കുമ്പോൾ സ്ലിപ്പ് നോട്ടായി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇവിടെയായിട്ട് ഈ സ്ലിപ്പ് നോട്ടിനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിൻ ഇട്ടിട്ട് ചെയ്യേണ്ടത്, യാൺ ഓവർ ചെയ്തിട്ട് തൊട്ടുപ്പുറയുള്ള സ്റ്റിച്ചിലേക്ക് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കുവാണ്. സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടിയും. എന്നിട്ട് നമുക്ക് 3 ചെയിൻ ഇടാം അതിൻ്റെ ഉള്ളിലേക്ക്. 3. എന്നിട്ട് ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ നമുക്ക് 3 ചെയിൻ വേണ്ട കേട്ടോ, 2 ചെയിൻ ഇട്ടാൽ മതി. എന്നിട്ട് ഈ സെയിം ഗ്യാപ്പില്ലേ അവിടേക്ക് തന്നെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഒരു പെറ്റൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും 2 ചെയിൻ ഇടാം. 1 2. അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറമുള്ള സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു, യാൺ ഓവർ ചെയ്തിട്ട് ആ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ചെയിൻ. എന്നിട്ട് ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ പെറ്റൽ വർക്ക് ചെയ്തു. ഇനി വീണ്ടും 2 ചെയിൻ ഇടാം. എന്നിട്ട് തൊട്ടുപ്പുറയുള്ള സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ. 1 2. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ. 1 2. സെയിം ഗ്യാപ്പിലേക്ക് തന്നെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ,
ഇപ്പോൾ 3 പെറ്റലായി. നമുക്കിനി ഇതുപോലത്തെ 3 പെറ്റൽ കൂടി കിട്ടും. എന്നിട്ട് അത്രയും കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഫ്ലവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് മൊത്തം 7 പെറ്റൽ കിട്ടി കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഞാൻ എക്സ്ട്രാ യാണൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഈ വൈറ്റ് യാണ് കട്ട് ചെയ്ത് കുറച്ച് ലെങ്ത് ഇട്ടേക്കാം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യണമെങ്കിൽ പിന്നെ അന്നേരം അല്ലെങ്കിൽ വേറെ യാൺ വേണ്ടി വരുമല്ലോ. ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. എക്സ്ട്രാ യാണൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലീഫ് വർക്ക് ചെയ്യണം. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് സർക്കിൾ ഫോം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെയിൻ ഇടാം. ചെയിൻ ഇട്ടിട്ട് ഒരു 9 ചെയിൻ ഇടാം കേട്ടോ. ആദ്യം തന്നെ 1 2 3 4 5 6 7 8 9. ഓക്കെ, എന്നിട്ട് എല്ലാ ഗ്യാപ്പിലേക്കും എല്ലാ ചെയിനുമേക്കും ഓരോ സിംഗിൾ ക്രോഷ്യോ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ലെഫ്റ്റിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യോ കൊടുത്ത് പോവാണ്. ഇവിടെ കൊടുത്തു. കണ്ടോ, ഇവിടെ വരെ ചെയ്തു സിംഗിൾ ക്രോഷ്യ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും 9 ചെയിൻ ഇടാം. 1 2 3 4 5 6 7 8 9. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് പോവാം. കണ്ടോ, കൊടുത്തു. ഇനി നമുക്ക് മാജിക് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. വീണ്ടും 9 ചെയിൻ 1 2 3. അങ്ങനെ ഇപ്പോൾ ഈ ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ, 3 എണ്ണത്തിലും അങ്ങനെ ചെയ്തൊരു സ്ലിപ്പ് സ്റ്റിച്ചും കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാജിക് സർക്കിളിനെ ക്ലോസ് ചെയ്യണം കേട്ടോ. ഇപ്പുറത്തുള്ള എൻഡ് പിടിച്ച് വലിച്ചിട്ട് മാജിക് സർക്കിളിനെ നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തു. നമുക്കിനി ലീഫ് പാറ്റേൺ വർക്ക് ചെയ്യണം ഇതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ഈ സൈഡിൽ വന്നിട്ട് ആദ്യത്തേലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറം ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. വീണ്ടും നമുക്ക് ഗ്യാപ്പിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നെ ഒരു അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ഒരേ സ്റ്റിച്ചിൽ തന്നെ കൊടുക്കാം. 1 കണ്ടോ, 2 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്ത ഗ്യാപ്പിലേക്ക് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഇനി സിംഗിൾ ക്രോഷ്യ. ഈ ടിപ്പിൽ വരുമ്പോഴും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ആ ടിപ്പിൽ കൊടുക്കണം കേട്ടോ. 1 2 ഈ ഗ്യാപ്പിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി 2 അല്ല കേട്ടോ, 3 എണ്ണം ആ ടിപ്പിലത്തെ ഗ്യാപ്പിൽ 3 സിംഗിൾ ക്രോഷ്യ കൊടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറം വരുമ്പോൾ ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അത് കഴിയുമ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. അത് കഴിയുമ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഈ സ്റ്റിച്ചിലേക്ക്. അടുത്ത സ്റ്റിച്ചിലേക്ക് ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ. വീണ്ടും അടുത്ത സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇവിടേക്ക് വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ഈ ഗ്യാപ്പിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് പോകുന്നവരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് പോവാം കേട്ടോ. ഇവിടെ സിംഗിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിലേക്ക് അടുത്ത ലീഫിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് കടന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ
നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ കൊടുക്കണം ഒരു ഗ്യാപ്പിൽ തന്നെ. 1 സെയിം ഗ്യാപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടിയും. ഓക്കെ, ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ അടുത്തതിൽ. പിന്നെ നമുക്ക് ഈ ടിപ്പിലേക്ക് വരുമ്പം ടിപ്പിൽ 3 സിംഗിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുകയാണ്. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് ഇപ്പുറ സൈഡിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. പിന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ഒരു ഗ്യാപ്പിൽ തന്നെ, എന്ന് വെച്ചാൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ 1 സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടിയും. പിന്നെ നമുക്ക് അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് വരുമ്പം സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. ഇവിടേക്ക് വരുമ്പോൾ സിംഗിൾ ക്രോഷ്യ. വീതി കുറഞ്ഞു വരാനാട്ടോ നമുക്ക് സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നത്. പിന്നെ ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ഇപ്പുറ ലീഫിൻ്റെ അവിടെ എത്തുന്നവരെ സിംഗിൾ ക്രോഷ്യ തന്നെ കൊടുത്തു പോവാം. ഈ ഒരു ഗ്യാപ്പിലും കൊടുത്തു ഒരു സിംഗിൾ ക്രോഷ്യ, ഗ്യാപ്പിലുള്ള സ്റ്റിച്ചിൻ്റെ മുകളിൽ. പിന്നെ അതാ ഇവിടേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ കൊടുക്കുന്നു. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പം ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കല്ല, ഒരു 2 സിംഗിൾ ക്രോഷ്യയാണ് കൊടുക്കണം. ഇപ്പുറത്തും ഒരു സിംഗിൾ ക്രോഷ്യ. അടുത്തതിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കണം. കേട്ടോ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് കൊടുക്കണം. അടുത്തതിൽ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കണം. കഴിഞ്ഞ് ടിപ്പിലത്തെ സ്റ്റിച്ച് വരുമ്പോൾ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ. 1 2 3 3 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഇപ്പുറ സൈഡിലേക്ക് കിടക്കുമ്പോൾ ഈ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ഒരു ഗ്യാപ്പിൽ തന്നെ. 1 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തതിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി 2 സിംഗിൾ ക്രോഷ്യ കൊടുത്താൽ ലീഫിൻ്റെ വർക്ക് കഴിഞ്ഞു. 1 2. ഓക്കെ, നമുക്ക് ഇപ്പറയുള്ള ഈ ഒരു ഗ്യാപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് യാണ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നോക്ക്, നമ്മുടെ ലീഫ് നല്ല ഭംഗിയായിട്ട് ലീഫിൻ്റെ വർക്ക് അവസാനിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ എൻ്റെ യാണ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് 2 നോട്ട് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഇതൊക്കെ കൂടി അസംബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള യാണ് എടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ചെയിൻ ഇടാം. ഓക്കെ, ചെയിൻ അത്യാവശ്യം നല്ല ലെങ്ത്തിലിടണം. എന്നിട്ട് സ്ട്രോബെറിയുടെ ഉള്ളിൽ കൂടെ ഇതിനെ വലിച്ചിങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് എത്ര ലെങ്ത്താണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ എത്ര ചെയിനാന്ന് പറയണില്ല, ഞാൻ അത്യാവശ്യം നീളത്തിന് ഇങ്ങനെ ചെയിൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അതാ നോക്ക്, ഞാൻ അത്യാവശ്യം ലെങ്ത്തിന് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ പോയിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ കൂടെ പോയിട്ട് നമുക്കിതിനെ അങ്ങ് ഇതിനെ പുള്ളി ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ എടുക്കാം കേട്ടോ.
എന്നിട്ട് ഇവിടെ ഇങ്ങനെ നോട്ടിട്ടൊന്ന് സെക്യൂർ ആക്കി കൊടുത്താൽ മതി. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ. കണ്ടോ, ഇങ്ങനെ ടൈറ്റായിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുവാണേ. അത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് സെക്യൂർ ആക്കാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഈ ഗ്രീൻ യാണിനെ വലിച്ചിങ്ങെടുക്കാം. ഇങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തോട്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വലിച്ചെടുത്തു. കണ്ടോ, അപ്പോൾ അതവിടെ സെക്യൂറായിട്ട് ഇരിക്കും. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, അപ്പോൾ ഇത് ഒരു സ്ട്രോബെറി മേക്ക് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത സ്ട്രോബെറി മേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതിനെ ഈ ടിപ്പിനെ ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ എൻഡും ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, 2 എൻഡും നമ്മൾ സ്ട്രോബെറി മേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ലീഫില്ലേ, ലീഫിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ പുള്ള് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ. എപ്പോഴും സ്ട്രോബെറി 2 ലെവലിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരേ ലെവലിലല്ലാതെ ഒരു സ്ട്രോബെറി കയറിയും ഒരു സ്ട്രോബെറി ഇറങ്ങി നിൽക്കുന്നതായിരിക്കും കാണാനായിട്ട് ഭംഗി. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരി ഇങ്ങനെ താത്തി ഇങ്ങനെ ലീഫ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കണ്ടോ. ഇനി ഞാൻ ഈ നമ്മുടെ ഫ്ലവറിൻ്റെ ഇവിടേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ. ചെറുതായിട്ട് ഞാൻ അത് കാരണം ഗ്ലൂ ഗൺ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഫ്ലവറിൻ്റെ ഇവിടേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കും, ഈ ലീഫിൻ്റെ നടുക്കിലേക്കായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തു. കണ്ടോ, അപ്പോൾ ഞാൻ എൻ്റെ ഈ ആണിന് കണ്ടു ഇവിടെ ഒരു നോട്ട് വന്ന കാരണം ഇവിടെ ചെറിയൊരു ഭംഗി കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചതിനെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബാഗ് ചാം ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല പ്രീമിയം ബാഗ് ചാം ആട്ടോ ഇത്. നമുക്ക് കണ്ടോ, ഇങ്ങനെ വരും അത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ എല്ലാവർക്കും. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ബാഗുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിടാം ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതൊക്കെ നല്ല വെർത്താണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വെർത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റ് പീസാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ എല്ലാവർക്കും നല്ല മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്രോഷ്യ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കുക കേട്ടോ. ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അയച്ചു തരാം. ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും കേട്ടോ. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.